ചേട്ടാ, ഇപ്പോൾ നമ്മുടെ ഈ ഇൻ്റർവ്യൂവിൽ തന്നെ ഒരുപാട് എപ്പിസോഡുകൾ ഇങ്ങനെ കണ്ടുപോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു എപ്പിസോഡിൽ മനുഷ്യൻ്റെ വീട്ടിൽ വണ്ടികൾ ഇങ്ങനെ നിരനിരയായിട്ട് കിടക്കുന്ന ഒരു സംഭവം കണ്ട, അതിനെപ്പറ്റി ഒരു മാഗസിനിൽ ഗോസിപ്പ് കണ്ട്, ഇതെന്താണ് ടാക്സി സ്റ്റാൻഡാണോ എന്നൊക്കെ പറഞ്ഞൊരു ഗോസിപ്പ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഗോസിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ആൾക്കാർ നോക്കി നടക്കുക എന്തെങ്കിലും പറയാൻ വേണ്ടി. പക്ഷേ ഇതിനെപ്പറ്റി ഈ ഗോസിപ്പുകളെ കുറിച്ച് മനുഷ്യൻ്റെ അഭിപ്രായം എന്താണ് ചേട്ടാ? ഗോസിപ്പ് അത് മൈൻഡ് ചെയ്യാണ്ടിരിക്കണം ഏറ്റവും നല്ലത്. കാരണം ഗോസിപ്പ് എഴുതുന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്തു നോക്കിയാൽ തന്നെ വലിയൊരു ഗോസിപ്പ് ആയിരിക്കും. കാരണം പുള്ളിക്ക് ചിലപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അത്രയും ട്രാജഡി ആയിട്ടുള്ള ഒരാളായിരിക്കും മറ്റൊരുത്തിൻ്റെ ഗോസിപ്പ് എഴുതുന്നവൻ. ഞാൻ അതേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഇങ്ങനെ എഴുതുന്ന ആൾക്കാരെയും കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ഒരുവിധപ്പെട്ട മാഗസീൻസ് ഒന്നും വായിക്കാറില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ എഴുതുന്ന ആൾക്കാർ ജീവിക്കുന്നത് ഈ സിനിമ ഉള്ളതുകൊണ്ടാണ്. കാരണം ഈ സിനിമയെക്കുറിച്ച് എന്തെങ്കിലും എഴുതിയെങ്കിലാണ് അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ജീവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ എഴുതുന്ന ആൾ അരി മേടിക്കാൻ വേണ്ടി എഴുതുന്ന ആട്ടാ ഞാൻ കൂട്ടുള്ളൂ. കാരണം അയ്യോ പാവങ്ങളായിരിക്കുള്ളൂ. കാരണം മക്കളെ കല്യാണം കഴിക്കാനുള്ള ആൾക്കാരുണ്ടാവും, പിന്നെ ഭാര്യയെ നോക്കണം, ഒരു നേരത്തെ അരി മേടിക്കണം. അത് ചിലപ്പോൾ ഒരു പക്ഷേ ചാലക്കുടിയിലുള്ള കലാഭവൻ മണീനെ കുറിച്ച് ഒരു പാവപ്പെട്ടവൻ വളർന്നു വന്നതിൻ്റെ അസൂയ കൊണ്ട് എഴുതുന്ന ആൾ അങ്ങനെ അരി മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പുള്ളി അങ്ങനെ അരി മേടിച്ചോട്ടെന്ന് ഞാൻ വിചാരിക്കുള്ളൂ. എൻ്റെ വീട്ടിൽ ഒരു സൈക്കിൾ പോലും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. പിന്നെ നമ്മൾ സിനിമയിൽ വന്നു, ഒരു സിനിമ നടനായപ്പോൾ അതിൻ്റെതായ രീതിയിൽ വന്നപ്പോൾ ലോണായിട്ടും അങ്ങനെയായിട്ടും ഒരു വണ്ടിയൊക്കെ മേടിച്ചു. പിന്നെ അതിൽ ചില ഇഷ്ടമുള്ളൊരു വണ്ടി വിറ്റ് കളയാൻ ഒരു മാനസികമായിട്ട് പ്രയാസം തോന്നിയപ്പോൾ ആ വണ്ടി എൻ്റെ വീട്ടിൽ കിട്ടുന്നു മാത്രമേ ഉള്ളൂ. എൻ്റെ വീടിൻ്റെ പുറത്ത് കിടക്കുന്ന വണ്ടിയുടെ വിഷമം തോന്നിയിട്ട് എഴുതിയ ചേട്ടനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് എവിടെയെങ്കിലും ടൂർ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ ആ വണ്ടി എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം, അതിലൊരു റൗണ്ടൊക്കെ ഇറങ്ങിയിട്ട് പോരെ. അതുകൊണ്ട് വേറെ ഒന്നുമില്ല. എനിക്ക് ഞാൻ പ്രേക്ഷകരായിട്ട് പങ്കുവെച്ച് പറ്റുന്നില്ല. കാര്യം ഒരുപാട് ഗോസിപ്പുകൾ ഒരുപാട് ആൾക്കാരെ കുറിച്ച് എഴുതാറുണ്ട്. കാര്യം ഇപ്പം നല്ല സിനിമകളായാലും അതിനെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഒരാളെങ്കിലും കാണും. താടി വളർത്തേക്കിട്ട് ഒരാൾ, ഒരു കണ്ണാടി വെച്ചൊക്കെ ഒരാൾ, ഏതെങ്കിലും ഒരു പല മാഗസിനും എവിടെയെങ്കിലും ഉണ്ടാവുന്നത്. ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ഇപ്പം എന്നെ എൻ്റെ 1000-ലൊരുവൻ എന്ന് പറഞ്ഞ പടം 2 കൈ നീട്ടിയിട്ട് ഒരേ സ്വരത്തിൽ എല്ലാവരും പറഞ്ഞാണ് മണിച്ചേട്ടൻ അഭിനയിച്ചതിൽ ഏറ്റവും നല്ല പടം 1000-ലൊരുവനാണ്. പക്ഷേ അതിനെ പറ്റിയിട്ട് ഏതൊരു മാഗസിനിൽ അടുത്ത ദിവസം ഇത് ഞാൻ വായിക്കണില്ല കേട്ടോ. ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വായിക്കാറില്ല. പക്ഷേ ഈ ഗോസിപ്പ് എഴുതിയിട്ട് ഇവർ തന്നെ വീട്ടിലേക്ക് അയച്ചു തരും ഈ മാഗസിൻ. അത് വായിച്ചു നോക്കടാ ഞാൻ എഴുതി എങ്ങനെ ഉണ്ട് എന്നുള്ളത് അവർ തന്നെ അയച്ചു തരുന്നു. അയച്ചു തന്നിട്ട് എന്തിന് അപ്പം അങ്ങനെ വരുന്ന മാഗസിൻ നമ്മൾ നോക്കില്ല. കാരണം അറിയാം അതിലെന്തോ ഒരു കുറ്റുണ്ട്, അല്ലാണ്ട് വരില്ല. എങ്ങനെയൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും ഒരു വളർച്ച ഉള്ളവൻ്റെ പേരിൽ മാത്രമേ ഗോസിപ്പ് എഴുതുള്ളൂ, അല്ലെങ്കിൽ എഴുതില്ല. കാരണം അപ്പുറത്തെ വീട്ടിലെ ദേവസ്യാനെ കുറിച്ച് എഴുതിയിട്ട് കാര്യമില്ലല്ലോ, അയാൾ ആരും അറിയില്ല, ഒന്നുമില്ല. ഈ അടുത്തൊരു മാസത്തിൽ ഭയങ്കര മോശമായിട്ട് എഴുതി 1000-ലൊരുവനെ പറ്റിയിട്ട് തന്നെ. എന്തൊക്കെ എഴുതിയ മണി ജനത്തിന് മുമ്പിൽ വന്നിരുന്ന് TV-യുടെ മുമ്പിൽ നിന്ന് കരഞ്ഞ് കാണിച്ചുകൊണ്ടൊന്നും പടം ഓടില്ല. പിന്നെ ഞാൻ പെട്ടയാണ്, പെട്ടത്തലയനായിട്ടുള്ളൊരു ഹീറോ ആണ്, വിഗ് വെച്ച് അഭിനയിക്കുന്ന ആളാണ്. എന്തൊക്കെയാ പുള്ളിക്ക് എന്തൊക്കെയോ എൻ്റെ അച്ഛനമ്മേനും തെറി വിളിക്കുന്നതിന് പകരം പുള്ളി പേനോണ്ട് ഇങ്ങനെ എഴുതി. പുള്ളി ഒരു വലിയ ബുദ്ധിജീവിയുടെ മോനാ. ആ പുള്ളിയുടെ ആൾക്കാരൊക്കെ പടങ്ങളൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാരാണ്. ആ പടം കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഇതെന്താണ് ഈ പുള്ളി എഴുതാൻ കാരണം എന്നുള്ളത്. അങ്ങനെ എഴുതുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ അവരുടെ കൈക്ക് ഇനിയും നല്ല ശക്തി കൊടുക്കട്ടെ, സർവേശ്വരൻ അസുഖങ്ങളൊന്നും വരുത്താതെ അവർ നല്ല രീതിയിൽ എഴുതട്ടെ എന്ന് ഞാൻ ഒരു പാവപ്പെട്ടവൻ മനസ്സ് തുറന്ന് പറയാണ്. ഇനിയും നല്ല നല്ലതൊക്കെ എഴുതട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം അവരോട്. പേന എടുത്തോ, പിന്നീട് പേന കത്തി എടുക്കരുത്. അതെ തീർച്ചയായിട്ടും നല്ലത് വരുത്തുള്ളൂ. ഞാൻ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, ഉപകാരം എന്നല്ലാണ്ട് ഒന്നും ചെയ്യാറില്ല. ഈ അടുത്ത ഇപ്പോൾ ഒരു രസമുണ്ടായി. നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മുടെ അന്ന് ഇലക്ഷൻ്റെ സമയത്താണ്. അപ്പോൾ വീടിൻ്റെ അടുത്ത് ഒരു ചേച്ചി മരിച്ചു. ആ ചേച്ചി മരിച്ചപ്പോൾ ഞാൻ ആ ചേച്ചിക്ക് ആശുപത്രിയിലേക്ക് ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരെല്ലാവരും കൂടി ഓടിപ്പോവാ. അപ്പോൾ മനോരമ ചാനൽ വന്നിട്ട് ഇലക്ഷനെ കുറിച്ച് 2 വാക്ക് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ഇതിലും വലിയൊരു പ്രശ്നമുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി, സ്വന്തം പെങ്ങളെ പോലുള്ള ചേച്ചിയാണ്, അത് മരിച്ചു, അതിന് വേണ്ടി പോവാണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അത് പേപ്പറിൽ കലാഭവൻ മണി ആ ചേച്ചിയെ സഹായിക്കാനായി പൈസ ആശുപത്രിയിൽ കൊടുക്കാൻ പോയി, തിരിച്ച് വീണ്ടും മണി മരിച്ച വീട്ടിലെത്തി എന്ന് പറഞ്ഞു. ഇത് പത്രത്തിൽ വന്നു. ഇത് നമ്മൾ പറഞ്ഞിട്ട് എഴുതണമല്ല, അത് സത്യസന്ധമായിട്ട് അവർ എഴുതി. ഇവിടെ ഒരു പോലീസിൽ പെട്ട ഒരാളാന്ന് പറഞ്ഞാൽ ആ പോലീസിൽ പെട്ട ഒരാൾ എൻ്റെ ആശുപത്രി വഴി ജംഗ്ഷനിൽ വന്നിട്ട് പുള്ളി ഒരു കടയിൽ നിന്നിട്ട് വേറെ ആളെടുത്ത് പറഞ്ഞേക്കാം. അപ്പം എൻ്റെ ഒരു ബന്ധുക്കാരൻ തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കലാഭവൻ മറ്റേ ഇവർക്ക് കാശൊക്കെ കൊടുത്ത് സഹായിച്ചു, പേപ്പറിൽ ന്യൂസ് വരാൻ വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. പക്ഷെ എന്താണ് അന്ന് ഈ പറഞ്ഞ വ്യക്തികൾ ഒരു 10 ഉറുപ്പ്യ പോയിട്ട് ഒന്നും ഒരു തലോടാൻ പോലും പോകാറില്ല. ഞാൻ പറഞ്ഞത് ഈ നിരുത്സാഹപ്പെടുത്താതിരുന്നാൽ മതി. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും അത്
നിരുത്സാഹപ്പെടുത്തുമ്പോൾ നമ്മുടെ മനസ്സ് മരവിച്ച് പോവാണ്. അപ്പോൾ ഈ ഗോസിപ്പ് എന്ന് പറയുന്നത് ഒരു കലാകാരനെ തളർത്താൻ 100 വട്ടം സഹായിക്കും എന്നുള്ളതിന് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ ഇതൊന്നും എനിക്കൊരു തളർച്ചയാവില്ല. ഞാൻ നല്ല ആഴ്ന്ന വേരുള്ള മരത്തിൽ ജനിച്ച പുത്രൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങോട്ട് തട്ടിമറിഞ്ഞ് വീഴില്ല. അപ്പോൾ ഈ ഗോസിപ്പുകൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാഗസിൻസൊക്കെ ഒരുവിധപ്പെട്ട് നമ്മൾ വായിക്കാത്തത്. നമ്മുടെ മലയാളത്തിൻ്റെ മാഗസിൻസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ആണത്തമുള്ള മാഗസിൻസാണ്. അപ്പം നല്ല നല്ല വാർത്തകൾ അവർ എഴുതും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഗോസിപ്പുകൾ എഴുതുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു മറുപടി പറഞ്ഞാണ്. പ്രത്യേകിച്ച്